ടീമിനെ കൊണ്ടൊന്നും ഇക്കുറി ചെയ്യാനില്ലെന്ന് പറഞ്ഞ അതേ ടീം, നല്ലൊരു ടീമിനെ നശിപ്പിച്ച് മോശം ടീമിനെ തെരഞ്ഞെടുത്തെന്ന് ആക്ഷേപിച്ച അതേ ടീം. പക്ഷേ അവർക്കൊരു വലിയ മാറ്റമുണ്ടായിരുന്നു. അവരെ നയിച്ചത് വിയർപ്പുകൊണ്ട് ജേഴ്സി തുന്നിയൊരു മലയാളി, സഞ്ജു വിശ്വനാഥ് സാംസൺ. തല്ലുകൊള്ളി എന്ന് വിളിച്ച ആർച്ചർ പവർ പ്ലേയിൽ തീർത്ത തീമഴയിൽ കൊയ്തത് 3 വിക്കറ്റ്, ഒപ്പം കളിയിലെ താരവും. വിട്ടുകൊടുത്തതാകട്ടെ കേവലം 25 റൺസ്. നന്നായി തുടങ്ങി മോശമായി അവസാനിപ്പിക്കുന്നു എന്ന പേര് ദോഷവും ഇന്ന് മാറി നിന്നു. മാക്സ്വെല്ലും വധേരയും ഉറച്ചു നിന്നപ്പോൾ രാജസ്ഥാൻ ആരാധകർ ഒന്ന് ഭയന്നു. കൃത്യമായ ബോളിംഗ് മാറ്റങ്ങൾ കൊണ്ട് സഞ്ജു കളം നിറഞ്ഞപ്പോൾ 131-ന് 4 എന്ന നിലയിൽ നിന്ന് പഞ്ചാബ് കൂപ്പുകുത്തിയത് 151-ന് 9 തകർത്തത് പഞ്ചാബിന്റെ തുടർച്ചയായ 3ാം ജയമെന്ന മോഹം. എല്ലാം കൊണ്ടും സജ്ജമായ ഏറ്റവും സന്തുലിതമായ പഞ്ചാബിനെയാണ് ശരാശരിയിലും താഴെയെന്ന് പലരും വിലയിരുത്തിയ ടീമിനെ കൊണ്ട് സഞ്ജു അനായാസം തകർത്തത്. ഇനിയും നിങ്ങൾക്ക് സഞ്ജുവിലെ നായകനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ റെക്കോർഡ് ബുക്കിലേക്കൊന്ന് നോക്കുക. രാജസ്ഥാന് ഏറ്റവും അധികം ജയം സമ്മാനിച്ച ക്യാപ്റ്റന്റെ പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നാണ്. മറികടന്നത് ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ റെക്കോർഡ്. ഒരിക്കൽ സഞ്ജുവിനെ കുറിച്ച് ഷെയ്ൻ വോൺ പറഞ്ഞത് ഇങ്ങനെ: ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലും സഞ്ജു കളിക്കാത്തത് എനിക്ക് അത്ഭുതമാണ്. എന്തൊരു താരമാണ് അവൻ! മനോഹരമായ ഷോട്ടുകൾ, മികച്ച കളി. ഹി ഈസ് ആൻ ആബ്സല്യൂട്ട് ചാമ്പ്യൻ. തന്റെ മുൻപിൽ കൊട്ടിയടയ്ക്കുന്ന വാതിലുകളെ അയാൾ തെല്ലും ഭയക്കുന്നില്ല. തന്റെ കഴിവിന് മുന്നിൽ അത് തുറക്കാതെ അവർക്ക് തരമില്ലെന്ന് അയാൾക്കറിയാം. അപ്പോഴും ക്രിക്കറ്റ് ലോകം വോണിന്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തൊരു താരമാണ് അവൻ! ഹി ഈസ് ആൻ ആബ്സല്യൂട്ട് ചാമ്പ്യൻ.